ഒരു കണക്കിന് നോക്കുമ്പോൾ സമ്പത്തിനേക്കാളും ആരോഗ്യത്തെക്കാളും നാം ഏറ്റവും കൂടുതലും വില കൽപ്പിക്കേണ്ട ഒരു വസ്തുവാണ് കാരുണ്യമെന്ന് പറയുന്നത്. നിലവിൽ കാരുണ്യം വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാരുണ്യത്തിൻ്റെ പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് ചോദിക്കേണ്ട ഒന്നാണ്, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹു എനിക്ക് നീ കാരുണ്യം ചൊരിഞ്ഞു തരണേ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ കാരുണ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ഉപകാരമാണുള്ളത്? ഉപകാരമുണ്ട്. നമ്മളിപ്പോൾ മരിക്കാൻ കിടക്കുന്നതായ സമയത്ത് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരുന്ന ആ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ട് വളരെ പതിയെയാണ് നമ്മുടെ റൂഹ് പിടിക്കുന്നതെങ്കിൽ അവിടെ കാരുണ്യം നാം ഓരോരുത്തർക്കും ഉപകാരപ്പെടും. നമ്മൾ വയസ്സായി കിടക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ അടുത്തേക്ക് വന്ന് നമുക്ക് വേണ്ട ആവശ്യ നിർവഹണം നടത്തിയിട്ട് പോകുമ്പോൾ ആ മക്കൾക്ക് നമ്മളോട് ഒരു കാരുണ്യമുണ്ടാകും. ഇതൊന്നുമില്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ മക്കളും മരുമക്കളും ചെറുമക്കളും ബന്ധുമിത്രാദികളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. ആരോഗ്യമൊന്ന് ക്ഷയിച്ച് കട്ടിലിൽ തന്നെ കിടക്കേണ്ടി വരുമ്പോഴായിരിക്കും യഥാർത്ഥ സ്നേഹം വെളിവാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തും നമ്മുടെ കൂടെ പരിചരണത്തിന് നമ്മുടെ മക്കൾ ഉണ്ടാകണമെങ്കിൽ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാരുണ്യം കൊടുക്കണം. അപ്പം കാരുണ്യം ചോദിക്കേണ്ട ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ നിരന്തരം ഇങ്ങനെ ദുആ ഇരക്കണം, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ.